കൊല്ലം ശ്രുതിയുമായി വർഷങ്ങളോളം സൗഹൃദം പുലർത്തുന്ന രണ്ടുപേരാണ് മിമിക്രി കലാകാരനും നടനുമായ ബിനു അടിമാലിയും മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായ സൂര്യ ഇഷാനും. മരണത്തിലേക്ക് ശ്രുതി പോയ അവസാന നിമിഷം ആ കാർ യാത്രയിൽ ബിനുവും ഒപ്പമുണ്ടായിരുന്നു. അന്ന് ചില പരിക്കുകൾ ബിനുവിനും സംഭവിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും പുറത്തു വന്നതിനു ശേഷം കേരളത്തിന് അകത്തും വിദേശത്തുമെല്ലാമായി പ്രൊമോഷനും ഉദ്ഘാടനത്തിലുമായി തിരക്കിലാണ് ഇപ്പോൾ രേണു. ഒരു വിഭാഗം പിന്തുണയ്ക്കുമ്പോഴും മറ്റു ചിലർ വീണ്ടും വിമർശനവുമായി എത്തുകയാണ്. ഭർത്താവ് മരിച്ച സ്ത്രീ പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നു, മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ചിലർ വിമർശിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഇതിനൊക്കെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബിനു അടിമാലിയും സൂര്യ ഇഷാനും. ബിനുവിന് സ്വന്തം സഹോദരനെ പോലെയാണ് ശ്രുതി. രേണുവിന്റെ വളർച്ചയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്റെ ശ്രുതിയുടെ മക്കളെ പോറ്റാനാണല്ലോ അവർ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ അവരെ വലിച്ചു കീറുന്നവരോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അവരൊരു സ്ത്രീയാണ്. അവർ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എന്നാണ് ബിനു ചോദിക്കുന്നത്. നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ ആലോചിച്ച് നോക്കൂ. അവൾ ജീവിക്കാൻ വേണ്ടി ഓടി നടക്കും. പറയുന്ന ആളുകൾക്ക് എന്താണ് പറയാൻ പറ്റാത്തതെന്നും ബിനു ചോദിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കമന്റുകളും വിമർശനങ്ങളും ഒക്കെ ഇടുന്ന ആരെങ്കിലും ഈ രേണുവിനെ സഹായിക്കാൻ വേണ്ടി എത്തുന്നുണ്ടോ? ഇല്ല. ശ്രുതിയുടെ കഷ്ടത്തിലും ശ്രുതിയുടെ വളർച്ചയിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് രേണു. ഇന്ന് അവർ ഈ പെടാപ്പാടുപെടുന്നതും സോഷ്യൽ മീഡിയയിൽ ഇത്രയും വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്നത് ആ രണ്ട് പിള്ളേരെയും എങ്ങനെയെങ്കിലും ഒരു നിലയിലേക്ക് എത്തിക്കണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് എന്തും തരണം ചെയ്യാനുള്ള ആ ഒരു ധൈര്യവും രേണുവിന് ലഭിച്ചത്.